is this man? He's Lionel Messi! Lionel Messi has just exploded La Liga into സമയങ്ങളുടെ അക്ഷയഖനിയാണിയാൽ ഒരേ സമയം അത്ഭുതവും അവതാരവുമാണിയാൽ the unassailable എമ്പുരാൻ of world football. ¡Qué maravilla! ¡Rey Messi al área! ¡Remata! ഇത് ഘടികാരങ്ങൾ നിരക്കുന്ന സമയം സെന്റ് പീറ്റേഴ്സ്ബർഗിൽ സിംഹരാജാവ് എഴുന്നള്ളുന്നു. The lion has arrived. Well, the fans are worshipping him, and you can understand why. He is a god of the game, the god of the game. യൂറോപ്പിലെ രണ്ട് വമ്പൻ ക്ലബ്ബുകളായ റിയൽ മാഡ്രിഡും ബാഴ്സലോണയും ഏറ്റുമുട്ടിയ ആ മത്സരങ്ങളെന്നും സൂപ്പർ ഹിറ്റുകൾ തന്നെയായിരുന്നു. ഒരു ആക്ഷൻ ത്രില്ലർ സിനിമയുടെ പരിവേഷം ഫുട്ബോൾ ആരാധകരുടെ മനസ്സിൽ നിറച്ച ആ എൽ ക്ലാസിക്കോ മത്സരങ്ങളുടെ ആരവങ്ങൾ നമ്മുടെ സിരകളിൽ അലിഞ്ഞതാണ്. നമ്മളെ ഏറ്റവും അധികം കോരിത്തരിപ്പിച്ച എൽ ക്ലാസിക്കോ രാത്രികൾ നൽകിയവരിൽ ഏറ്റവും മുൻപന്തിയിലാണ് ഗ്രേറ്റസ്റ്റ് ഓഫ് ഓൾ ടൈമിൽപ്പെട്ട ആ രണ്ട് കളിക്കാർ. അതെ, ക്രിസ്ത്യാനോ റൊണാൾഡോയും ലയണൽ മെസ്സിയും. അവർ തീപിടിപ്പിച്ച 5 എൽ ക്ലാസിക്കോ നിമിഷങ്ങളിലൂടെ നമുക്കൊന്ന് പോയി നോക്കാം. Но вы знаете, это здорово. Это ни с чем не сопоставимо. ഒരു 19 വയസ്സുകാരൻ പയ്യന്റെ എൽ ക്ലാസിക്കോ അരങ്ങേറ്റ മത്സരം ഒരു അബ്സല്യൂട്ട് റൊമാൻറ്റിഫിക്കേഷൻ തന്നെയായിരുന്നു. അന്ന് റിയൽ മാഡ്രിഡിന്റെ വമ്പൻ പ്രതിരോധ നിരക്കെതിരെ ക്യാമ്പ് നൗവിൽ നേടിയ ആ 3 ഈക്വലൈസിംഗ് ഗോളുകളിലൂടെ ഇതൊരു യുഗത്തിന്റെ തുടക്കമായിരിക്കുമെന്ന് മെസ്സി ഉറക്കെ ലോകത്തോട് വിളിച്ചു പറയുകയായിരുന്നു. Messi, ¡gol! Cristiano Ronaldo with a platinum touch. 2011-2012 ലാ ലീഗ സീസണിലെ ഒരു ടൈറ്റിൽ ഡിഫൈനിങ് മാച്ച് ക്യാമ്പ് നൗവിൽ നടക്കുകയായിരുന്നു. ഈ ഒരു മാച്ച് റൊണാൾഡോയുടെ കരിയർ ഡിഫൈനിങ് മൊമെന്റ്സിലെ ഒരു ഏടായി എഴുതപ്പെടുകയായിരുന്നു. സാമി കദേര നേടിയ ഗോളിൽ മുന്നിലെത്തിയ റിയലിനെ 70-ാം മിനിറ്റിലെ അലക്സിസ് സാഞ്ചസിന്റെ ഈക്വലൈസിംഗ് ഗോളിലൂടെ പിടിച്ചുകെട്ടാമെന്ന ബാഴ്സലോണ വിചാരിച്ച ആ നിമിഷത്തിൽ 73-ാം മിനിറ്റിൽ 1 ലക്ഷത്തോളം വരുന്ന ബാഴ്സ ആരാധകരെ നിശബ്ദമാക്കിക്കൊണ്ട് ഓസിലിന്റെ പാസിൽ നിന്നും വിക്ടർ വാൽഡസിനെ വെട്ടിച്ചു മാറ്റി റൊണാൾഡോയുടെ ഒരു കിടിലൻ ഗോൾ. പിന്നീട് കണ്ടത് റൊണാൾഡോയുടെ മോസ്റ്റ് ഐക്കോണിക് സെലിബ്രേഷനായ കാൽമ സെലിബ്രേഷൻ, എന്ന് വെച്ചാൽ കാം ഡൗൺ, ഐ ആം ഹിയർ. എൽ ക്ലാസിക്കോ എന്ന് പറഞ്ഞാൽ ഇതായിരുന്നു. സെർജിയോ റാമോസിന് കിട്ടിയ റെഡ് കാർഡ് ഉൾപ്പെടെ സംഭവബഹുലമായ ഒരു മത്സരം. ലയണൽ മെസ്സിയുടെ ഒരു ഗോൾ ഉൾപ്പെടെ 2-2 എന്ന സ്കോറിൽ 90-ാം മിനിറ്റിൽ സമനില മുന്നിൽ കണ്ട ആ മത്സരത്തിൽ പിന്നീട് കേട്ടത് ലയണൽ മെസ്സി എന്ന സിംഹത്തിന്റെ ഗർജനമായിരുന്നു. ഒരു വണ്ടർഫുൾ കൗണ്ടർ അറ്റാക്കിൽ നിന്നും റിയൽ മാഡ്രിഡിന്റെ നെഞ്ചു തുളച്ചുകൊണ്ട് മെസ്സിയുടെ വക ഒരു കിടിലൻ ഗോൾ. പിന്നീട് ആരാധകരുടെ അടുത്തേക്ക് ഓടിയെത്തിയ മെസ്സി
തന്റെ ജേഴ്സി റിയൽ മാഡ്രിഡ് ആരാധകരിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ആ നിൽപ്പ്, ഉഫ്. മെസ്സി ബാഴ്സലോണയ്ക്ക് വേണ്ടി നേടിയ ആ 500ാമത്തെ ഗോളും ആ സെലിബ്രേഷനും കാലങ്ങളിലൂടെ സഞ്ചരിക്കും, അത് ഉറപ്പാണ്. നമ്മളെ ത്രസിപ്പിച്ച എൽ ക്ലാസിക്കോയുടെ ക്ലൈമാക്സ് എന്ന് തന്നെ വിശേഷിപ്പിക്കാവുന്ന ഒരു മാച്ചായിരുന്നു അന്നത്തേത്. നെയ്മർ പോയ വിഷമത്തിലിരുന്ന ബാഴ്സയ്ക്ക് മേൽ റിവെഞ്ച് കിങ് എന്നു പേരുള്ള റൊണാൾഡോ കരിനിഴലായി പെയ്തിറങ്ങുകയായിരുന്നു ആ രാത്രി. സബ്സ്റ്റിറ്റ്യൂട്ടായി ഇറങ്ങിയ റൊണാൾഡോ 80ാം മിനിറ്റിൽ നേടിയ ആ വിജയ ഗോളിനെ അബ്സല്യൂട്ട് സ്ക്രീമർ എന്ന് തന്നെ നമുക്ക് വിശേഷിപ്പിക്കാം. ക്യാമ്പ് നൗ നിശബ്ദമായിരുന്ന ആ സമയത്ത് തന്റെ ജേഴ്സി ബാഴ്സലോണ ആരാധകരിലേക്ക് ഉയർത്തിപ്പിടിച്ചുകൊണ്ടുള്ള ആ നിൽപ്പ്, സെയിം ഫീലിംഗ്, ഓഫ്. ക്രിസ്ത്യാനോ റൊണാൾഡോയ്ക്ക് ബാഴ്സലോണയ്ക്കെതിരെയും ലയണൽ മെസ്സിക്ക് റിയൽ മാഡ്രിഡിനെതിരെയും ഗോൾ അടിക്കുക എന്നത് വൈകാരികം തന്നെയായിരുന്നു. 2012 ക്യാമ്പ് നൗവിൽ നടന്ന എൽ ക്ലാസിക്കോ മത്സരത്തിൽ 23ാം മിനിറ്റിൽ റൊണാൾഡോ നേടിയ ഗോളിന് പകരമായി മെസ്സി 31ാം മിനിറ്റിൽ ഗോൾ നേടുകയും മെസ്സി 61ാം മിനിറ്റിൽ നേടിയ ഗോളിന് പകരമായി റൊണാൾഡോ 66ാം മിനിറ്റിൽ തിരിച്ചടിക്കുകയും ചെയ്തു. It's Messi! A masterpiece from Messi! Chance in for the goal! There's Ronaldo with his brace! We're tied at 2! അന്ന് ഡ്രോയായ ആ മത്സരത്തിൽ കൊണ്ടും കൊടുത്തും ഇഞ്ചോടിച്ച് പോരാടിയ അവർ ലോകത്തുണ്ടായിരുന്ന മറ്റു കളിക്കാരിൽ നിന്നും എത്രമാത്രം മുന്നിലാണ് എന്ന് അവർ തെളിയിക്കുകയായിരുന്നു. 2018 ക്രിസ്ത്യാനോ റൊണാൾഡോയും 2021 ലയണൽ മെസ്സിയും ലാ ലിഗയിൽ നിന്നും പടിയിറങ്ങിയതോടുകൂടി എൽ ക്ലാസിക്കോ എന്ന സൂപ്പർ ത്രില്ലറിന്റെ പ്രതാപവും പ്രശസ്തിയും എവിടെയോ നഷ്ടമായി എന്നതിൽ ഒരു തർക്കവുമില്ല. റൊണാൾഡോയെയും മെസ്സിയെയും കമ്പയർ ചെയ്യുക എന്നത് അസാധ്യമായ ഒരു കാര്യമാണ്. ആ ഒരു കമ്പാരിസണും ഡിസ്കഷനും ഗോയിങ് ടു ബി എ നെവർ എൻഡിങ് പ്രോസസ്, ബിക്കോസ് ദേ ആർ ഡിഫറെന്റ്, ദേ ആർ ഗോഡ്സ്. ഇനി ഇതുപോലെയൊരു എൽ ക്ലാസിക്കോ റൈവറി ഉണ്ടാകുമോ എന്ന് തന്നെ നമുക്കറിയില്ല. ഇനി ഉണ്ടായാലും തന്നെ ഇതിനോടൊപ്പം വരുമോ? കമന്റ് ചെയ്യാം നിങ്ങളുടെ അഭിപ്രായം. It's absolutely world class football can make you feel like that.